ഇതേസമയം അവിടെ സയന്റിസ്റ്റും ഗൊങ്കിലിന്റെ സഹായത്തോടെ ആ പ്രഷർ കുക്കർ ചെയ്ത് റെഡിയാക്കുമ്പം ഇവരെല്ലാം ഹാപ്പി ആയിട്ട് ഇത് തന്നെ ഉദ്ദേശം പറഞ്ഞ് ജിയോങ് അദ്ദേഹത്തിന് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന അതേ സമയമാണ് അവളെ കൊല്ലാൻ വേണ്ടി കുറെ ആൾക്കാർ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഭാഗ്യത്തിന് ഇയാൾ കുറെ സിഗ്നലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അവർ വരുന്ന ശബ്ദം ഇവർക്കാണ് കേൾക്കും. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ മുമ്പേ തന്നെ സേഫ് ആയിട്ട് ഇവരെന്തേലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം ആ സയന്റിസ്റ്റിന് മനസ്സിലാവും ഈ വന്നേക്കുന്ന രാജാവാണെന്ന്. അവിടെ രാജാവിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ ആയുധമൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇയാൾ ആ കാനോൺ പൊട്ടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അങ്ങനെ അവസാനം ഇവർ തമ്മിൽ മൊത്തത്തിൽ ഫൈറ്റ് ആകുമ്പോഴാണ് രാജാവ് സുരക്ഷയായിട്ട് ആദ്യം ജിയോങ്ങിനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ അപ്പോഴാണ് ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇവളുടെ ഇരിക്കുന്ന പ്രഷർ കുക്കറിന്റെ അടപ്പാണ് തറയിലേക്ക് അങ്ങ് വീഴും. അങ്ങനെ അതെടുക്കാൻ വേണ്ടി ഇവൾ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഇത് കാണുന്ന രാജാവും ഇപ്പൊ അതെടുക്കാവുന്ന സമയമില്ല, ഇവളുടെ ജീവൻ അതിനേക്കാളും പ്രധാനം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കാണുന്ന മറ്റേ സയന്റിസ്റ്റ് ആണ് നാളെ രാവിലെ മത്സരത്തിന് മുമ്പ് അങ്ങേര് തന്നെ നേരിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇവരാദ്യം ഇവിടുന്ന് പോകാൻ വേണ്ടി പറയും. അതിനേശം ഇവരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് ഇത് കണ്ട് ഇവളെ കൊല്ലാൻ വന്നവരൊക്കെ ഇവരുടെ പുറകെ തന്നെ വരും. അപ്പോഴാണ് ഗൊങ്കിലും കൂടെ വന്ന വേറൊരുത്തിനും അവരിവിടുന്ന് അവരൊക്കെ തടഞ്ഞോളം പറഞ്ഞിട്ട് രാജാവിനെ ജിയോങ്ങിനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോയിക്കോളം പറയും. അങ്ങനെ ഇവരിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും അവര് കുറെ ആൾക്കാരുള്ളതുകൊണ്ട് അവസാനം ഇവളെ അന്വേഷിച്ച ആൾക്കാർ അവിടെ തന്നെ എത്തും. അങ്ങനെ അതുകൊണ്ട് രാജാവ് അവരൊക്കെ എതിർത്ത് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന അവളാണ് മൊത്തത്തിൽ പേടിച്ചോയിരിക്കുക. കാരണം ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫൈറ്റില് രാജാവിന് കുറെ മുറിവൊക്കെ പറ്റുമ്പോൾ ഇത് കണ്ട് അവളാണ് പേടിച്ച് ഇവന്റെ പുറയിലൊക്കെ ചോര വരുമെന്ന് പറയും. പക്ഷെ അവനാണ് അതൊന്നും വലുതായിട്ട് എടുക്കാതെ ഇവളെ സുരക്ഷയായിട്ടിരിക്കാൻ പറയുമ്പം കറക്റ്റ് അതേസമയം തന്നെ സെക്രട്ടറി ആൾക്കാരായിട്ടൊന്ന് ഇവരെല്ലാം സംരക്ഷിക്കും. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൊന്നതിന് ശേഷം രാജാവ് അവിടെ ഒരുത്തിനോട് ഇവരെയൊക്കെ പറഞ്ഞയച്ച ആരാന്ന് പറഞ്ഞ് ചോദിക്കാൻ നോക്കുമ്പം അവനാണ് സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, അവന് ഇത് ആരാ ചെയ്യിപ്പിച്ചെന്ന് പറയത്തില്ലെന്ന് അവൻ സ്വയം മരിച്ചു പോകും. അങ്ങനെ ഇത് കണ്ടപ്പോ തന്നെ ജിയോങ്ങിന്റെ ബോധം മൊത്തത്തിൽ അങ്ങ് പോയി. അതിനേശം ഇത് കാണുന്ന രാജാവ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് ഇത് എന്തോ പറ്റിന്ന് പറഞ്ഞ് അവന് പേടിച്ചു പോകുമ്പം സെക്രട്ടറിയാണ് ഇവൾ ഇതൊക്കെ കണ്ട് പേടിച്ച് മയങ്ങി പോയതാന്ന് പറയും. അതിനേശം രാജാവും ഇവരെയൊക്കെ ആരാ പറഞ്ഞയച്ചെന്ന് പറഞ്ഞ് അവരോട് കണ്ടെത്താൻ പറയുമ്പം കുറച്ചു സമയം കഴിഞ്ഞ് ബോധം വന്ന അവളാണ് പെട്ടെന്ന് നോക്കുന്ന ആ കുക്കറിനെല്ലാം പറ്റിയെന്നാണ്. അതുകൊണ്ട് ഇത് കാണുന്ന അവനും കുക്കറൊക്കെ അവിടെ കിടക്കട്ടെ ഇവൾക്കെല്ലാം പറ്റിയെന്നറിഞ്ഞ് അവൻ അവളോർത്ത് കുറെ പേടിച്ചിരിക്കാൻ പറയും. കാരണം ഇവളുടെ കയ്യിലൊക്കെ മുറിവുണ്ട്. പക്ഷെ അവളാണ് അതൊന്നും കണക്കെടുക്കാതെ ഇപ്പൊ തന്നെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകണമെന്നറിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. അതേസമയം പ്രിൻസ് ജീസാൻ അയച്ച ആൾക്കാരെല്ലാം അവളെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇയാളിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം ഇന്നാണ് ഇവരുടെ മത്സരം നടക്കാൻ പോകുന്നത്. അതേസമയം ഇവിടെ ചൈനക്കാരും അതേപോലെ ജിയോങ് ഇല്ലാതെ ബാക്കി എല്ലാരും കൂടെ മത്സരത്തിന് തയ്യാറായിട്ടിരിക്കുമ്പം എല്ലാരും കൂടെ ഈ പ്രധാനപ്പെട്ട സമയത്ത് രാജാവ് എന്തെന്ന് പറഞ്ഞ് എല്ലാരും അവനെ കുറിച്ചായിരിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതേസമയം അവൻ ജിയോങ്ങിനെ വിളിച്ചോണ്ട് ഇപ്പൊ കൊട്ടാരത്തിലേക്ക് വരുന്നേ ഉള്ളു. അങ്ങനെ ആദ്യമായിട്ട് ഇവള് കുതിര ഇത്ര ഫാസ്റ്റിലൊക്കെ പോകുന്നുണ്ട്, അവൾക്ക് വലിയ ബാലൻസ് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഇവനാണ് എങ്കിൽ പിന്നെ പതിയെ പോട്ടെ എന്ന് പറഞ്ഞ് അവളെ ഓർത്ത് വിഷമിക്കും. പക്ഷെ അപ്പോഴും അവള് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ സമയമില്ലാത്തോണ്ട് അവൾ എങ്ങനെയൊക്കെ പിടിച്ചെന്നോളെന്ന് പറയും. കൂടാതെ ഇവൻ സഹായിച്ചതിനൊക്കെ ഇവളിപ്പോ താങ്ക്സ് അറിയുമ്പം അവനാണ് കുറച്ച് നാണിച്ചിട്ട് അവൻ നല്ലോണം ഫൈറ്റ് ഒക്കെ ചെയ്യാൻ അറിയാന്ന് പറഞ്ഞ് കുറച്ച് ഷോയെ കാണിച്ചിട്ട് എന്തായാലും ഇവൻ കാരണമല്ലേ ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറഞ്ഞ് അവന് സങ്കടപ്പെടും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളും പെട്ടെന്ന് എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവൾക്ക് നാണം വരുമ്പം ഇത് കണ്ട് ബാക്കി എല്ലാവരും കൂടെ ഈ സമയത്താണ് ഇവരുടെ പ്രണയം എന്ന് പറഞ്ഞ് അവരൊക്കെ കണ്ട് സഹിച്ചോണ്ടിരിക്കും. അതേസമയം ചൈനയിൽ നിന്ന് വന്ന വ്യക്തിയും ഇത്ര സമയമായിട്ടും ഓപ്പോസിറ്റ് ടീമിലുള്ള കുക്ക് വരാത്തോണ്ട് ഈ മത്സരത്തിൽ ഇവ തന്നെ വിജയിച്ചായിട്ട് തീരുമാനിക്കാൻ പോകുന്ന പറയും. കാരണം അങ്ങേരുള്ള ചാൻസ് എല്ലാം മുതലെടുത്ത് എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ മത്സരത്തിൽ വിജയിച്ചെന്ന് അയാളും പറയുമ്പം ആ ചൈനക്കാരിലും നല്ല മനസ്സുള്ള പ്രായമുള്ള ചെഫും കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അയാൾ ചോദിച്ചു നോക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാരും കൂടെ കാത്തിരിക്കുമ്പം ജിയോങ്ങിന്റെ ടീമാണ് ഇവരിത് എവിടെ പോയി കിടക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഭയങ്കര വെപ്രാളത്തിരിക്കും. അങ്ങനെ സമയത്തിന് രാജാവ് ഇവിടേക്ക് വരാതെ അവന് ഫുള്ള് ചീത്തപ്പേര് കിട്ടുന്ന പ്രിൻസ് ജീസാനും അയാളുടെ ആൾക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഇവര് പറഞ്ഞു വെച്ചിരുന്ന സമയത്തിനുള്ളിൽ തന്നെ രാജാവും ജിയോങ്ങിനെ വിളിച്ചോണ്ട് അവിടേക്ക് വരും. അങ്ങനെ ഇത് കണ്ട് എല്ലാരും കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അതേസമയം പ്രിൻസ് ജീസാനും ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഈ ചാൻസ് യൂസ് ചെയ്ത് അയാൾ രാജാവാൻ വേണ്ടി നോക്കിയതാ. അങ്ങനെ അതിന് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മൊത്തം 3 റൗണ്ട് ആയതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ ഇവർക്ക് ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടാമോന്ന് പറഞ്ഞ് 2 ടീമിൽ തമ്മിൽ മത്സരിച്ച് അവിടെ നിന്ന് പാചകം ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും ഒന്നിനും കുറവില്ലാതെ ഭയങ്കരമായിട്ട് ടഫ് കൊടുക്കുക. അങ്ങനെ ഇവരിങ്ങനെ പാചകം ചെയ്തോണ്ടിരിക്കുമ്പം ആദ്യത്തെ റൗണ്ടിൽ ജിയോങ് ആണ് അവൾ പൊടിച്ചു വെച്ച മുളകൊടിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അപ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന ഇവരുടെ അടുത്തിരുന്ന് ആ മുളകൊടി മിസ്സായി പോയി കാണുമെന്ന്. അതുകൊണ്ട് അവളാണ് ഭയങ്കര ടെൻഷനായി. അതില്ലാതെ ഇവൾ ഉദ്ദേശിച്ച ഫുഡ് കറക്റ്റ് ആയിട്ട് വരത്തില്ലെന്ന് പറഞ്ഞ് അവളും കുറെ ആലോചിച്ചൊക്കെ ഇരിക്കുമ്പം അവൾ എന്തായാലും അത് ആലോചിച്ച് തന്നെ ടൈം വേസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവൾ വിചാരിച്ച ഡിഷ് മാറ്റി വേറൊരെണ്ണം ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവരൊക്കെ പേടിച്ചിട്ട് ഈ സമയത്ത് മാറ്റിയ പിന്നെ മൊത്തത്തിൽ കുളമായ പോത്തില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ ടെൻഷനായിരിക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഉള്ളത് വെച്ച് ഇവളെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ കുറെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പം ഇവൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതുവരെ ഈ കാലഘട്ടത്തിൽ ആരും കഴിച്ചു നോക്കാത്ത വൈനും കൊണ്ട് ഇവള്
ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവള് വൈൻ എടുത്തോണ്ടിരുന്ന സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമ്പം അതേസമയം വൈൻ വന്നതിന് ശേഷം ഇവളുണ്ടാക്കിയ ഡിഷിനകത്തൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് എല്ലാരും കൂടെ ഇവൾ എന്തോ കാണിക്കുന്നതെന്ന് അവരെ കന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്കാർക്കും ഇങ്ങനെ ഒരു ടെക്നിക്ക് അറിയത്തില്ല. അതേപോലെ ആ ചൈനക്കാരും ഇതെന്തോ കാണിക്കുന്ന പറഞ്ഞ് അയാൾ തന്നെ ഒന്ന് മനസ്സിലാതെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വൈനൊക്കെ ചേർത്ത് ഇവൾ ഏത് ഡിഷ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം മറ്റേ മുളകൊടി വാങ്ങിച്ചവളാണ് അവളുടെ ഒരു പ്രധാനപ്പെട്ട സാധനം പറഞ്ഞ് ഇവരായിരിക്കും ആദ്യത്തെ റൗണ്ടിൽ വിജയിക്കാമെന്ന് പറയും. ഇതേസമയം ചൈനയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട വ്യക്തിയും അയാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ടീമായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് കുറച്ച് പൊങ്ങച്ചതിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതേക്കുന്ന രാജാവും ആദ്യം ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതിനുശേഷം എന്താന്ന് വെച്ചാൽ പറയാന്ന് അവന് ജിയോങ്ങിനെ സപ്പോർട്ട് ചെയ്തതിനെ സംസാരിക്കും. അങ്ങനെ അവസാനം ഫസ്റ്റ് റൗണ്ടിൽ ഇവരുണ്ടാക്കിയ ഫുഡ് റെഡിയാകുള്ള ആ സമയത്താണ് ആ ചൈനക്കാരി പെട്ടെന്ന് മറ്റേ മുളക് പൊടി ഇട്ടുടനെ എല്ലാരും കൂടി ഇതെന്തോ സ്മെല്ലെന്ന് പറഞ്ഞ് അവർക്കാർക്കും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ജിയോങ്ങിനാണ് പിടികിട്ടി ഇത് ഇവള് പൊടിച്ചോണ്ടെന്ന് ആ മുളക് പൊടിയല്ലേന്ന്. അങ്ങനെ അതുകൊണ്ട് അവള് മൊത്തം ദേശത്തി ഈ സാധനം ഇവളാണ് കട്ടോണ്ടോയെന്ന് പറഞ്ഞ് അവള് നോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇവളുടെ ഡിഷ് ഇപ്പൊ മാറ്റിയതുകൊണ്ട് ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ എഫോർട്ട് ഫുള്ളായിട്ട് കൊടുത്ത് അവസാനം ഇവർ രണ്ടുപേരും സമയത്തിനുള്ളിൽ ആ ഫുഡ് സെർവ് ചെയ്ത് അവിടേക്ക് വയ്ക്കും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ജിയോങ്ങിന്റെ ഫുഡ് കാണാനും കിടില്ല, അതേപോലെ ഇവർക്കത് കഴിച്ചു നോക്കുമ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ഡിഷ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ ഷോക്കായി പോകുമ്പോൾ ആ ചൈനക്കാരന് സത്യം പറഞ്ഞ അടിച്ചുവാരിയൊക്കെ കഴിച്ചോണ്ടിരിക്കുക. പക്ഷെ അളിയൻ പുറത്ത് പറയുന്ന ഇവളുണ്ടാക്കിയ ഫുഡിന് വലിയ വെറൈറ്റി ഒന്നും ഇല്ലെന്ന പച്ചയ്ക്ക് തള്ളുന്നത്. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും ഇയാള് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുവാന്ന്. പക്ഷെ രാജാവാണ് സത്യസന്ധയായിട്ട് ഇങ്ങനൊരു ആഹാരം ഇതുവരെ ഇവിടെ ആരും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഈ മീറ്റിനകത്ത് ഭയങ്കര സ്വീറ്റ്നെസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനു വേണ്ടിയ വൈനൊക്കെ ആഡ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത് കേട്ട ചൈനക്കാരന് ഇഷ്ടപ്പെടാതെ അയാൾ ഇതുപോലെ കുറെ ഡിഷ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ട്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ജിയോങ്ങാണ് ഇങ്ങേര് പറഞ്ഞു കേട്ടിട്ട് അതിനൊന്നും സാധ്യതയില്ല, ഈ ഒരു ആഹാരം ഇനി ഒരു 100 വർഷം കഴിഞ്ഞ് ആൾക്കാർ കണ്ടെത്തതേ ഉള്ളെന്ന് പറഞ്ഞ് ഇതൊരു ഫ്രഞ്ച് ഡിഷാന്ന് പറയും. അങ്ങനെ ഫ്രാൻസ് രാജ്യത്തിലെ അമ്മമാരൊക്കെ അവരുടെ കുട്ടികൾക്ക് സ്നേഹത്തിൽ ഈ ഒരു ആഹാരം ഉണ്ടാക്കി തരുന്നെന്ന് പറഞ്ഞ് ഇവൾക്ക് ഈ ആഹാരം ഉണ്ടാക്കുമ്പോൾ അവളുടെ മരിച്ചുപോയ അമ്മ ഇവൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഫീൽ ആവുന്നു. അവൾ ആ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് ഇമോഷണൽ ആകുമ്പം ഇത് കേട്ട് രാജാവിനും എല്ലാവർക്കും കൂടെ കുറച്ച് സങ്കടമാകും. അതിനുശേഷം മറ്റൊരു ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അത് ഇവളെ പോലെ തന്നെ കിടിലായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ എരിയുള്ള ഫുഡ് കഴിച്ചു നോക്കുമ്പോൾ ഇവരൊക്കെ അങ്ങ് ഓൾക്കാനെ ചെന്ന് ഫീൽ കിട്ടും. കാരണം ആദ്യമായിട്ടാണ് ഇവരിങ്ങനെ തെരിയൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം രാജാവും ഇവരിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം അവളാണ് പച്ചമുളകിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് പറയാതെ അവളൊരു ചുമന്ന ഓയിലും കൊണ്ട് ഈ സോസ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അവൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അവർ വിശ്വസിക്കുമ്പം ജിയോങ്ങിനാണ് ഇത് അവളുടെ യഥാർത്ഥത്തെ പച്ചമുളക് പൊടിച്ച സാധനം തന്നെയാന്ന് മനസ്സിലാകും. എന്നിട്ട് ഇവിടെ നിന്ന് ചുമന്ന ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവളെ തള്ളുവാന്ന് അവളും കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇരിക്കുമ്പം ഇവിടെ രാജാവും മറ്റേ ആളും കൂടെ ഇപ്പൊ ഇവർക്ക് മാർക്കിടാൻ വേണ്ടി പോവുക. അപ്പോഴാണ് ആ ചൈനക്കാരനും അയാൾക്ക് 2 ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിലും അയാളുടെ രാജ്യത്ത് നിന്നുണ്ടാക്കിയ ആ ഫുഡാണ് ഇതുവരെ ആരും കഴിക്കാത്തെന്ന് പറഞ്ഞ് അവർക്ക് തന്നെ കൂടുതൽ പോയിന്റ് കൊടുക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇതേക്കുന്ന രാജാവും അവ 2 ഫുഡും ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്, കൂടാതെ വൈനൊക്കെ ഒഴിച്ച് അവൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവ സത്യസന്ധയായിട്ട് 2 പേർക്ക് ഈക്വൽ ആയിട്ട് മാർക്ക് ഇട്ട് കൊടുക്കും. അതിനെ ശിവ 2 ഇട്ട് മാർക്ക് പരസ്പരം കാണിക്കാതെ അതിങ്ങനെ ചുരുട്ടി വയ്ക്കുമ്പോഴാണ് അത് വയ്ക്കാമെന്ന സെക്രട്ടറിനെ കണ്ടിട്ട് മറ്റേ ചൈനക്കാരൻ വെറും 4 മാർക്ക് എന്നുള്ളതെന്ന് പറഞ്ഞ് അവ രാജാവിന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇവൻ സത്യസന്ധയായിട്ട് അവർക്ക് 7 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവർ ആ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ജിയോങ്ങാണ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് അവൾക്ക് മറ്റവരുണ്ടാക്കിയ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കണം എന്ന് പറയും. എന്നിട്ട് വേണം ഇതിന്റെ റിസൾട്ടൊക്കെ അറിയിക്കേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പം ഇതേക്കുന്ന രാജാവും ഇവൾക്ക് എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്, അത് കഴിച്ചു നോക്കിയാല് ഇവളെ കൊണ്ട് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൾ അനുവാദം ചോദിക്കുമ്പം ആ ചൈനക്കാരനും ദേഷ്യത്തിൽ പറ്റത്തില്ലെന്നങ്ങ് പറയും. അപ്പോഴാണ് മറ്റേ നല്ല മനസ്സുള്ള ആ പ്രായമുള്ള ആളും അവരുണ്ടാക്കിയ ഫുഡ് എടുത്ത് വെച്ചിട്ട് ഇവളെ ടേസ്റ്റ് ചെയ്യാൻ പറയുമ്പം അങ്ങേരാണ് ദേഷ്യത്തിൽ ഇയാൾ എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ കുക്കും അവർക്കും മറ്റവരുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് പരസ്പരം ആ ഫുഡ് കഴിച്ചു നോക്കാൻ വേണ്ടി അങ്ങേരും കൂടെ സമ്മതം ചോദിക്കുമ്പം ഇതേക്കുന്ന ചൈനക്കാരന് നല്ല ദേഷ്യം വരും. പക്ഷെ അടുത്തിരുന്ന രാജാവാണ് 2 പേർക്കും പരസ്പരം ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ ഇവർക്ക് സമ്മതം തരുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങേര് ജിയോങ് ഉണ്ടാക്കിയ ഫുഡ് എടുത്ത് കഴിച്ചു നോക്കുമ്പോഴാണ് അയാളും ഇതുവരെ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇവളെ കണ്ട് പേടിച്ചു പോകും. അതേപോലെ അവള് മറ്റേ ഡിഷ് കഴിച്ചു നോക്കുമ്പോഴാണ് ഇവള് വിചാരിച്ച പോലെ തന്നെ അത് മുളകൊടിയെന്ന് ഉറപ്പുവരുത്തും. അതുകൊണ്ട് അവളും ഞങ്ങളുടെ സാധനം നിങ്ങളല്ല കട്ടോണ്ടുപോയി ഇപ്പൊ ഇത് ഉണ്ടാക്കിയേക്കെന്ന് പറഞ്ഞ് അവൾ തർക്കിക്കുമ്പം അങ്ങേർക്കാണെ ഒന്നും മനസ്സിലാകത്തില്ല ഇതങ്ങനെ ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് ഉണ്ടാക്കി അവളോട് ചോദിക്കുമ്പം അവൾ ആ മുളകൊടി ഇവിടെ തന്നെ ഇരുന്ന് വാങ്ങിച്ചാന്ന് പറയും. ഇതേക്കുന്ന ജിയോങ്ങും അങ്ങനാണ് അവൾ കഷ്ടപ്പെട്ട് പൊടിച്ച സാധനം ഇവരടിച്ചു മാറ്റിയേക്കെന്ന് പറഞ്ഞ് ഇതൊക്കെ അനീതിയാന്ന് പറയുമ്പം അതേസമയം രാജാവിന് മനസ്സിലാവും ഇതിനു വേണ്ടിയ അവളെന്ന് റൈസ് മില്ലിലൊക്കെ പോയിട്ട് വന്നേന്ന്. അങ്ങനെ പ്രശ്നം മൊത്തത്തിൽ വഷളാന്ന് മനസ്സിലാക്കി ആ ചൈനക്കാരനും ഇതൊക്കെ പിന്നീട് സംസാരിക്കാം, ആദ്യം റിസൾട്ട് അനൗൺസ് ചെയ്യട്ടെ എന്ന് അങ്ങേര് ചോദിക്കുമ്പോഴാണ് അതേസമയം ആ ചൈനയിൽ നിന്ന്
മുതിർന്ന ചെഫും കൂടെയുള്ള ലവളോട് ചോദിക്കും ഇവളെ സത്യത്തി ആ മുളക് കൂടി ചേർക്കാമോ എന്ന് അറിഞ്ഞിട്ടാണോ ഇവൾ അവരുടെ നിന്ന് തട്ടിപ്പറിച്ചും ചോദിക്കും. അപ്പൊ റാണി ഇത് കേട്ട് അവൾ മേടിച്ചിട്ട് അവൾ കട്ടെടുത്തിട്ടൊന്നുമില്ല, അവള് നല്ല തുക കൊടുത്ത് ഈ രാജ്യത്ത് തന്നെ വാങ്ങിച്ചാന്ന് അറിയാം. അതുകൊണ്ട് അവളൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അങ്ങേരും ദേഷ്യത്തി ഇവൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാലും കുക്ക് ജിയോങ് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടല്ല ഇവൾ അവസാന നിമിഷം ഇങ്ങനെ ഒരു സാധനം ഇവളുടെ ആഹാരത്തിനകത്ത് ആഡ് ചെയ്തെന്ന് പറഞ്ഞ് അയാൾ തന്നെ ഈ മത്സരം തോറ്റതായിട്ട് സമ്മതിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന മറ്റേ ചൈനക്കാരനാണ് അതെങ്ങനെ നീ സമ്മതിക്കും എന്ന് പറഞ്ഞ് ഇയാൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അറിഞ്ഞിരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.